നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം പെട്രോളിയം മേഖലയിൽ നിന്ന് കേന്ദ്ര ഖജനാവിലേക്ക് വന്നത് 1,72,000 കോടി രൂപയായിരുന്നു. ഇക്കഴിഞ്ഞ വർഷം എത്തിയത് 4,32,000 കോടി രൂപ. അതായത് 2.25 ലക്ഷം കോടി രൂപയാണ് ഖജനാവിലേക്കുള്ള വരുമാനത്തിലെ വർധനവ്. ഇതിനിടയിൽ 4,92,000 കോടിയും 4.5 ലക്ഷം കോടിയും ഒക്കെ കിട്ടിയ വർഷങ്ങളുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന് എന്താണ് വരുമാനമെന്ന് ചോദിച്ചാൽ പെട്രോൾ വിറ്റ് കിട്ടുന്ന കാശുണ്ട് എന്ന് മാത്രം പറയാൻ പറ്റുന്ന സ്ഥിതിയാണ്. തൊടുത്തിലെ പയ്യന്റെ കറവ വറ്റിയാൽ തറവാടും പട്ടിണി എന്നാണ് ഉയരുന്ന വിമർശനം. നമ്മൾ ഓരോരുത്തരും ഈ സ്കൂട്ടറിലും കാറിലും ഒക്കെ ഒഴിക്കുന്ന പെട്രോളാണ് സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന പ്രധാന വരുമാന മാർഗം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടി കേന്ദ്ര സർക്കാരിന് കിട്ടുന്നതിനേക്കാൾ കുറവ് തുകയായ 3.18 ലക്ഷം കോടിയാണ് കിട്ടുന്നത്. പ്രധാന വരുമാനവും കേന്ദ്രത്തിനാണ്. നികുതി തീരുമാനിക്കുന്നതും കേന്ദ്രം തന്നെ. കേന്ദ്രത്തിന് നികുതി എന്തൊക്കെ വഴിയിലാണ് എന്ന് കൂടി പറയാം. ക്രൂഡ് ഓയിൽ സെസ്, ക്രൂഡ് ഓയിൽ റോയൽറ്റി, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, IGST, CGST എന്നിവയൊക്കെയുണ്ട്. ഇതിനൊക്കെ പുറമെ കോർപ്പറേറ്റ് നികുതിയായും ഡിവിഡൻഡായും കിട്ടുന്ന പണവുമുണ്ട്. ഒന്നാന്തരം കറവപ്പശു എന്നതിനപ്പുറം മറ്റൊരു വിശേഷണവും ചേരില്ല ഈ മേഖലയ്ക്ക്. പെട്രോളിൽ പിഴിഞ്ഞൂറ്റുമ്പോൾ കാലിയാകുന്നതോ പാവങ്ങളുടെ പോക്കറ്റും.